ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് ജീവിക്കട്ടെ. ഞാൻ ഒരു ഡോക്ടർ ചെയ്യുമ്പോ കൊള്ളുന്ന മൊത്തം എനിക്കാ. ഞാൻ ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന അഗ്നിയത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹലോ, മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ് ഇച്ചായൻ ആൻഡ് കുഞ്ഞാറ്റ. ഇന്നലെ കുഞ്ഞാറ്റ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ടല്ലെങ്കിലും ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നും അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞാറ്റയ്ക്കെതിരെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഇപ്പോൾ ആ വീഡിയോ ചെയ്യാൻ കാരണം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തംബ്ലൈൻ കൊടുത്തിട്ട് ഒരുപാട് റീച്ച് ഉണ്ടാക്കി. അതും പോരാഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൂടെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരമ്മ എന്ന നിലയിൽ കുഞ്ഞാറ്റ റിയാക്ട് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇച്ചായൻ എന്ന വ്യക്തി വന്നിട്ടുള്ളത്. അതിലെ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇനി ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിലോ എന്റെ ലൈഫ് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ അയാളെ ഇന്ന് വരെ 2019 ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു ബാഗാലി ഇറങ്ങിപ്പോന്ന ഒരാളാ. ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രിക്ക് സപ്ലൈ കിട്ടാൻ കാരണം തന്നെ ഈ പഠിത്തത്തിന് സപ്ലൈ കിട്ടിയതും കുഞ്ഞാറ്റയും തമ്മിൽ എന്തുവാ ബന്ധം? ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? ഡിഗ്രിക്ക് സപ്ലൈ കിട്ടിയ കാര്യമില്ല ഇവിടെ ചോദിച്ചേ. ഡിഗ്രിക്ക് സപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താൻ പഠിക്കാത്തതുകൊണ്ട്. സ്വയം ന്യായീകരിച്ച് മെഴുകുമ്പം അതിൽ വല്ല കഴമ്പുണ്ടോ എന്നും കൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. മെഴുകുമ്പോഴേ എത്ര തവണ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടെന്നറിയോ? അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ട് എന്റെ വീട്ടുകാരെ വെറുപ്പിച്ച് എന്റെ ബന്ധുക്കളെ വെറുപ്പിച്ച് ഞാനൊരു ഈ ബന്ധുക്കളും വീട്ടുകാരും തനിക്ക് മാത്രമല്ല ഈ പറഞ്ഞ കുഞ്ഞാറ്റയ്ക്കും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞാറ്റ അവരെ വെറുപ്പിച്ചിട്ടാണ് തൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ആ ബോധം ഉണ്ടോ? സ്വന്തം കുടുംബം സ്വന്തം ബന്ധുക്കളെ വെറുപ്പിച്ചു എന്നൊക്കെ പറയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന കുഞ്ഞാറ്റയ്ക്ക് ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നോ? അല്ലാണ്ട് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചതായിരുന്നോ? എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? സെമിനാരിയിൽ വരെ വന്ന് നിന്ന ഒരാളാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതൊരിക്കലും ഒരു തെറ്റല്ലാന്ന് ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തോണ്ട് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു അവള് മരിച്ചാലും അവളെ ചങ്ങലക്കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തു. നീ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തിട്ടാണോ അത്തേണ്ടി ഇത്രയും നേരം വൃത്തികേട് കാണിച്ചുകൊണ്ടിരുന്നത്? ആണോ? അതിലൊന്നും മോനെ കുഴപ്പമില്ല വൃത്തികേട് കാണിച്ചതിലല്ലേ. നീ ഒരു പെണ്ണിനെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അവളെ മാത്രം സ്നേഹിച്ച് ജീവിക്കണമായിരുന്നടാ. അല്ലാണ്ട് നാട് മൊത്തം റിലേഷൻ ഉണ്ടാക്കാൻ നോക്കുമല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഉളുപ്പ് വേണം സ്വയം വന്ന് ഇങ്ങനെ ന്യായീകരിക്കാൻ. ഉളുപ്പ്. ആ വ്യക്തി വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് എന്റെ കൂടെ ജീവിതത്തിൽ വൈറലായിട്ട് എന്തോ ഇൻക്ലൂഡ് എനിക്കൊരു കുഷ്ടമില്ല. എടാ ബോധമില്ലാത്തവനെ, ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് കുഷ്ടത്തെ കുറിച്ചല്ല കേട്ടോ. ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നാന്നുള്ളത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം. എന്റെ കയ്യിൽ തെളിവുകൊണ്ട് ഞാൻ അതിനാണ് ആളുകളെ വെച്ച് ഞാൻ വീഡിയോ വരാൻ ചെയ്യും. നീ ചെയ്യുന്നല്ല, നീ വിളിച്ച് പറഞ്ഞ നീ വീഡിയോ ചെയ്യും. അപ്പോൾ തൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം, ന്യായം ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നില്ല. താൻ ചെയ്യും എന്ന് പറയരുത്, ചെയ്യണം. കുഞ്ഞാറ്റയ്ക്ക് ഇത്രയൊക്കെ വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ തനിക്കും വിളിച്ച് പറയാലോ. താൻ വിളിച്ച് പറ. പുള്ളിക്കാരത്ത് കാണിച്ച പരിപാടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി. തെറ്റുണ്ടായിട്ടുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെ വഴിക്ക് വാ. സ്വയം അംഗീകരിച്ചല്ലോ. എന്നെ വീഡിയോ കൊണ്ട് വരണ്ട, വെച്ചിട്ട് പോ. പ്രശ്നം ഇവിടെ തീർന്നു. ഞാനത് അംഗീകരിക്കുന്നു. താൻ തന്നെ അംഗീകരിക്കണം, അല്ലാണ്ട് നാട്ടുകാരൊന്നും അംഗീകരിക്കത്തില്ല. 2023 ഈ പറയുന്ന വ്യക്തി ഈ ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കാരി അതിന്റെ ബേസ് ചെയ്ത് ഈ പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയതാ. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടുകാരാണ്, എന്റെ അപ്പനും അമ്മയുമാണ്. എന്റെ അപ്പനും അമ്മയാണ് ഇവിടെ കൈയും കാലും പിടിച്ചത്. ഇവള് പറഞ്ഞു ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കി ഇവള് ചാവും അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ അപ്പനും അമ്മയും തന്നെ പറഞ്ഞു മോളെ അവനൊരു അവസരം കൊടുക്ക. അവസരം കൊടുക്കേണ്ട വിഷയമാണല്ലോ സ്ത്രീ വിഷയം, പരസ്ത്രീ വിഷയം അല്ലേ. ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു. കൈ കിട്ടിയെടുത്ത് തലയടിച്ച് പൊട്ടിച്ച് അന്തസ്സായിട്ട് ഇറങ്ങി വന്നേനെ. മനസ്സിലായോ? അവളായോണ്ട് നിനക്കൊരു അവസരം കൂടെ തന്നു. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് ചങ്ങി കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ?
ഒരു തുള്ളി പോലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചങ്കി കൈ വെച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. പിന്നെ ഈ പറയുന്ന വ്യക്തി എന്താ പറയാ, ഈ പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടു. ഓഗസ്റ്റ് 4-ാം തീയതി ആണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ചാറ്റും കാര്യങ്ങൾ കിടക്കണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലീഗിൽ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. നീ പുറത്ത് വിടും, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നല്ലാണ്ട് നീ ഒന്നും പുറത്ത് വിടാനും പോകുന്നില്ല, ഒന്നും കാണിക്കാനും പോകുന്നില്ല. ചുമ്മാ വന്നിട്ട് കുഞ്ഞാറ്റ ചെയ്ത വീഡിയോക്കെതിരെ ഒരു ഷോ ഓഫ് നടത്തണം. അത്രേ ഉള്ളൂ ഇത്. അത് നിനക്ക് കാണിക്കാനോ പുറത്ത് വിടാനോ ആണെങ്കിൽ നീ ഈ ഷോ ഓഫ് ഇവിടെ കാണിക്കത്തില്ലായിരുന്നു. അത് അപ്പം തന്നെ തുറന്ന് വിട്ടാനേ. നിൻ്റെ കയ്യിൽ ഒരു കോപ്പും കിടപ്പുണ്ടാവില്ല. ചുമ്മാ വന്ന് ഷോ ഓഫ് എടുത്ത് അവളൊന്ന് പേടിപ്പിക്കണം. അവളങ്ങനെ പേടിക്കുന്ന പെണ്ണാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ കരഞ്ഞു പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നേനെ. ഇപ്പം ആ മൈൻഡ് സെറ്റിലല്ല ആ കൊച്ചു പോകുന്നത്. ഉറപ്പാ ഞാൻ അതിനോട് തെളിവെടുത്തേക്കും. ഇനി ഞാനൊരു കാര്യം, ഞാൻ വെല്ലുവിളിയല്ല, ഞാൻ ഉള്ള കാര്യം പറയണ. ഇനി നിങ്ങളെ ഞാൻ ക്ഷമിക്കുക, എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടുക. ഇനി ഒരു വാക്ക് പറഞ്ഞു വന്നാ എന്റെ അമ്മയാണ് സത്യം, എനിക്കിനി ഒന്നും പോകാനില്ല. എനിക്കിനി ജീവിക്കണം എന്ന് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഞാൻ നിർത്തും. ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അതിനെന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അത് അനുഭവിക്കാനോ ചെയ്യും. ഇത് ഉറപ്പാണ്. സത്യമായിട്ട് ഞാൻ പറയണ, ഇത് ഉറപ്പാണ്. ശരി, താൻ അങ്ങ് ചെയ്യ്. തനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങ് തുറന്നു വിട്. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളൊരാൾ ഒരു കാര്യം തുറന്നു വിടാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അത് അവർ ചെയ്യും. ഇത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് അല്ലാണ്ട് നീ ചെയ്യുന്നില്ല. ശരി, എന്നാൽ ഇനിയിപ്പം ഇച്ചായൻ തെളിവുകളൊക്കെ ആയിട്ട് വരട്ടെ. അപ്പം വീണ്ടും കാണാം. ബൈ.